പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് വചനം തിരുവചനം എന്ന ശുശ്രൂഷയിലൂടെ നമ്മൾ ചിന്തിക്കുന്ന വിഷയം നിത്യജീവൻ അവകാശമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. നിത്യജീവൻ അവകാശമാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം. ദൈവം എന്ത് ചെയ്യുന്നു എന്നുള്ളതല്ല, നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. എല്ലാവരുടെയും വലിയൊരു പ്രത്യാശയാണല്ലോ നിത്യജീവനിൽ പ്രവേശിക്കുക എന്നുള്ളത്. മനുഷ്യൻ നിത്യജീവനിലേക്ക് പ്രവേശിക്കേണ്ടതിനാണല്ലോ യേശു ക്രിസ്തു നമ്മുടെ പാപത്തിന് പരിഹാരം ചെയ്ത് നമ്മുടെ ജീവനിലേക്ക് നയിച്ചിരിക്കുന്നത്. നമുക്ക് ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് ഈ ബോധ്യങ്ങൾ നമ്മുടെ ഉള്ളിൽ നിറയ്ക്കേണ്ടത്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങളായിരിക്കുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. യോഹന്നാൻ 16:8 അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവാണ് ഈ ന്യായവിധി, നിത്യജീവൻ, പാപം, തിന്മ എന്താണ്, നീതി എന്താണെന്നൊക്കെ ബോധ്യപ്പെടുത്തുന്നത്. ദൈവമായ കർത്താവെ, അവിടുന്ന് യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഇപ്പോൾ ഞങ്ങളുടെ മേൽ അവിടുന്ന് അയക്കണമേ. ഞങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന തെറ്റായ ബോധ്യങ്ങളെ അകറ്റി യഥാർത്ഥ ബോധ്യങ്ങൾ നിറച്ച് ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു വിശുദ്ധ ജീവിതത്തിലൂടെ നിത്യത അവകാശമാക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് കേൾക്കുന്ന വചനത്തിൻ്റെ അർത്ഥവും ആഴവും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരുടെ മേലും സമൃദ്ധമായ കൃപ നിറയാൻ അവിടുന്ന് അനുഗ്രഹിക്കണമേ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം, പരിശുദ്ധാത്മാവേ നന്ദി. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചന ശുശ്രൂഷയിൽ നമുക്കെല്ലാവർക്കും വളരെ ശ്രദ്ധയോടെ പങ്കെടുക്കാം. കേൾക്കുന്ന വചനം വഴി കർത്താവ് നിങ്ങളെല്ലാവരെയും, നിങ്ങളുടെ കുടുംബങ്ങളെയും പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തുതി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ലൂക്കാ സുവിശേഷം അതിൻ്റെ 10-ാം അധ്യായം 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് നമ്മളിന്ന് ധ്യാന വിഷയമാക്കുന്നത്. ലൂക്കാ സുവിശേഷം അധ്യായം 10, 25 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഒരു സ്ഥലത്ത്, ഒരു സിനഗോഗിൽ ഒരു നിയമജ്ഞൻ എഴുന്നേറ്റ് നിന്ന് യേശുവിനോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഗുരു, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ഇതാണ് നിയമജ്ഞൻ്റെ ചോദ്യം. യേശുക്രിസ്തുവിനാണ് ചോദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ പ്രസക്തമാണ്. നിത്യജീവൻ പ്രതീക്ഷിച്ചിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒരു ഉത്തരം കിട്ടേണ്ടതാണ്. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം? ന്യായമായ ഒരു ചോദ്യമാണ്. അതിന് യേശുക്രിസ്തു അദ്ദേഹത്തിന് കൊടുക്കുന്ന മറുപടി തിരിച്ചൊരു ചോദ്യമാണ്. അദ്ദേഹത്തോട് ഈശോ ചോദിക്കുകയാണ്, നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു? രണ്ട് കാര്യമാണ് ഈശോ. നിയമത്തിൽ എന്ന് വെച്ചാൽ തിരുവചനത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു. ഇപ്പോൾ എഴുതിയിരിക്കുന്ന പോലെ ആകണം വായിക്കണമെന്ന് നിർബന്ധമില്ലല്ലോ. അതുകൊണ്ടായിരിക്കാം ഈശോ അങ്ങനെ പറയുന്നത്. എന്താണ് എഴുതിയിരിക്കുന്നത്, നീ എന്താണ് അതിൽ നിന്ന് വായിച്ചെടുത്തിരിക്കുന്നത്? അദ്ദേഹം, ആ നിയമജ്ഞൻ എന്ന് വെച്ചാൽ നിയമത്തിൽ വലിയ പാണ്ഡിത്യമുള്ള വ്യക്തിയാണ്, വലിയ വിദ്യാഭ്യാസമുള്ള, വലിയ സംസ്കാരമുള്ള, വലിയ അറിവുള്ള മനുഷ്യരാണ് നിയമജ്ഞന്മാർ. നിയമം മുഴുവൻ അവർക്ക് ബൈഹാർട്ടാണ്, കാണാതെ അറിയാം പഴയ നിയമചരിത്രങ്ങളെല്ലാം. അങ്ങനെയുള്ളൊരു മനുഷ്യനാണ്. അദ്ദേഹത്തോട് ദൈവം ചോദിച്ചു, നീ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, എന്ത് വായിക്കുന്നു? അദ്ദേഹം പറഞ്ഞു, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും കൂടെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കണം. ഇതാണ് നിയമത്തിൽ എഴുതിയിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ മറുപടി യേശുക്രിസ്തുവിന് ഇഷ്ടപ്പെട്ടു, വളരെ കറക്റ്റാണ്. നിത്യജീവൻ അവകാശമാക്കാൻ നിയമത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു, നീ എന്ത് വായിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഈ നിയമജ്ഞൻ ഈശോയോട് പറഞ്ഞ മറുപടി ഇതാണ്, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഇതാണ് എഴുതിയിരിക്കുന്ന കൽപ്പന. അപ്പോൾ യേശുക്രിസ്തു പറഞ്ഞു, നീ ശരിയായി തന്നെ ഉത്തരം പറഞ്ഞു, നീ പറഞ്ഞത് ശരിയാണ്. നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കണം, നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരെയും സ്നേഹിക്കണം. ഇത് കറക്റ്റാണ്. അപ്പോൾ നീ പറഞ്ഞത് ശരിയാണ്. എന്നിട്ട് നിയമജ്ഞനോട് ഈശോ പറയാണ്,
നിത്യജീവൻ അവകാശമാക്കാൻ നീ പോയി ഇതുപോലെ ചെയ്യുക. നിൻ്റെ അയൽക്കാരനെയും നിന്നെപ്പോലെ സ്നേഹിക്കണം. ഇതുപോലെ നീ ചെയ്യുക. അപ്പോൾ നിയമജ്ഞൻ ഒരുപക്ഷെ ദൈവത്തെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും സർവ്വശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കുന്നുണ്ടായിരിക്കാം. ഇനി ഒരു കുറവെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ അയൽക്കാരനെ എന്നെപ്പോലെ തന്നെ എൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ ഉള്ള ഒരു ശൂന്യത, ഒരു കുറവായിരിക്കാം. അപ്പോൾ നീയും പോയി ഇതുപോലെ ചെയ്യുക. ഇതുപോലെ പൂർണ്ണാത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും സർവ്വശക്തിയോടും കൂടെ നിൻ്റെ ദൈവത്തെ സ്നേഹിക്കുക. 1. 2, അതുപോലെ പ്രാധാന്യം അറിയിക്കുന്നതാണ് നിൻ്റെ അയൽക്കാരനെ നിന്നെപ്പോലെ സ്നേഹിക്കുക. നീ നിന്നെ എങ്ങനെയാണോ കരുതുന്നത്, നിന്നെ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത്, നീ നിനക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതുപോലെ തന്നെ നിൻ്റെ അയൽക്കാരനും ചെയ്തു കൊടുക്കുക. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈ മനുഷ്യൻ തന്നെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം പറയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ലോകത്തിൽ ഒരുപാട് മനുഷ്യരുണ്ട്, അയൽവക്കത്ത് ഒത്തിരി പേരുണ്ട്, ചുറ്റുപാടുകളുണ്ട്, സഭയിലുണ്ട്, ലോകത്തുണ്ട്. ആരാണ് എൻ്റെ അയൽക്കാരൻ? അതിന് ഉത്തരം പറയുന്നത് യേശുക്രിസ്തു ഒരു ഉപമയിലൂടെയാണ്. ഒരു മനുഷ്യൻ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോവുകയാണ്. ജെറൂസലേം ദൈവസാന്നിധ്യത്തിൻ്റെ സ്ഥലമാണ്, ദൈവം വസിക്കുന്ന ഇടമാണ്. അപ്പോൾ അതേസമയം ജെറീക്കോ എന്ന് പറയുന്നത് കവർച്ചക്കാരുടെയും അനീതിയൊക്കെ നിറഞ്ഞ ഒരു സ്ഥലമാണ്, എന്നുവെച്ചാൽ തിന്മ കുടികൊള്ളുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ജെറൂസലേമിൽ നിന്ന് ഒരു മനുഷ്യൻ ജെറീക്കോയിലേക്ക് പോവുകയായിരുന്നു. യാത്രാമധ്യേ അദ്ദേഹത്തെ കവർച്ചക്കാർ പിടികൂടി, കള്ളന്മാർ പിടികൂടി. കള്ളന്മാർ പിടിച്ചിട്ട് അദ്ദേഹത്തെ ക്രൂരമായി മർദ്ദിച്ച് അവശനാക്കി അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അർത്ഥപ്രാണനാക്കിയിട്ട് കടന്നു കളഞ്ഞു. ഇതാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്ന സംഗതി. അദ്ദേഹത്തിൻ്റെ വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുത്ത് അർത്ഥപ്രാണനാക്കി എന്നിട്ട് അവർ കടന്നു കളഞ്ഞു. കള്ളന്മാർ പോയി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അദ്ദേഹം അർത്ഥപ്രാണനായിട്ട് മരണത്തോടടുത്ത് എഴുന്നേക്കാൻ കഴിവില്ലാതെ വളരെ മുറിവേറ്റ ശരീരവുമായിട്ട് റോഡ് സൈഡിൽ കിടക്കുകയാണ്, വഴിയരികിൽ കിടക്കുകയാണ്. അപ്പോൾ പലരും ആ വഴി വരുന്നതൊക്കെ ആയിട്ട് ബൈബിളിൽ പറയുന്നുണ്ട്. എന്നാൽ ഒരു സമരിയാക്കാരൻ ആ യാത്രാമധ്യേ അതിൽ വന്നു. സമരിയാക്കാരും യഹൂദരും തമ്മിൽ അത്ര നല്ല സമ്പർക്കത്തിലല്ല, വിരോധത്തിലാണ്. അത്ര നല്ല സുഖകരമായ ബന്ധത്തിലല്ല അവരുടെ ജീവിതം. അവർ തമ്മിൽ ശത്രുതയിലും പണക്കത്തിലും വാശിയിലും വൈരാഗ്യത്തിലൊക്കെയാണ്. അപ്പോൾ യാത്രാമധ്യേ ഒരു സമരിയാക്കാരൻ ആ വഴി വന്നു. അതിന് മുമ്പ് പലരും വന്നു. അപ്പോൾ ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയ വ്യക്തി ഒരു ഇസ്രായേൽക്കാരനായിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ അദ്ദേഹം എന്തിനാണ് ജെറൂസലേമിൽ നിന്ന് ജെറീക്കോയിലേക്ക് പോയത് നമുക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും ഒരു ഇസ്രായേൽക്കാരനാണ്. ഈ ഇസ്രായേൽക്കാരനാണ് മുറിവേറ്റ് വഴി കിടക്കുന്നത്. ഇദ്ദേഹത്തെയാണ് കവർച്ചക്കാർ പിടികൂടി വസ്ത്രം ഉരിഞ്ഞെടുത്ത് അർത്ഥപ്രാണനാക്കിയിട്ട് കടന്നു കളഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തെ കണ്ടത് ഇസ്രായേൽക്കാർ പലരും കണ്ടു, അവരാരും മൈൻഡ് ചെയ്തില്ല. അവസാനം കണ്ടത് ഒരു യാത്രാമധ്യേ ഒരു സമരിയക്കാരൻ ഈ ആൾ കിടക്കുന്നിടത്ത് വന്നു. ഈ സമരിയക്കാരൻ്റെ പ്രത്യേകത അവിടെ സൂചിപ്പിക്കുന്നത്, അദ്ദേഹം അടുത്ത് വന്നു, ഇവനെ കണ്ട് മനസ്സലിഞ്ഞ്. ഒന്നാമത്തെ കാര്യമാണ് മനസ്സലിവ്. അതായത് ഈ മുറിവേറ്റ് കിടക്കുന്ന, എന്ന് വെച്ചാൽ മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമ്മുടെ സഹായം അർഹിക്കുന്ന ഒരു വ്യക്തിയെ കാണുമ്പോൾ നിനക്കുണ്ടായിരിക്കേണ്ട മനോഭാവം, അയൽക്കാരനുണ്ടായിരിക്കേണ്ട മനോഭാവം എന്താണ്? അത് ഒരു മനസ്സലിവിൻ്റെ മനോഭാവമാണ്. അത് മുറിവേറ്റെന്ന് മാത്രമല്ല, ചിലപ്പോൾ സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒരാളായിരിക്കാം, ചിലപ്പോൾ ഭവനരഹിതനായിരിക്കാം, ചിലപ്പോൾ വസ്ത്രമില്ലാത്തവനായിരിക്കാം, അല്ലെങ്കിൽ ആത്മീയമായി പാപ്പരത്വത്തിൽ ജീവിക്കുന്ന വ്യക്തിയായിരിക്കാം, എന്ന് വെച്ചാൽ പാപത്തിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം. അങ്ങനെ നിൻ്റെ സഹായം അർഹിക്കുന്ന ഒരു വ്യക്തിയെ നീ കാണുമ്പോൾ നിത്യജീവൻ അവകാശമാക്കാൻ നിനക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം ഒരു മനസ്സലിവിൻ്റെ മനോഭാവമാണ്. ഈ നിയമജ്ഞനെ കർത്താവ് പഠിപ്പിക്കുകയാണ്. ഈ സമരിയക്കാരെന്ന് വെച്ചാൽ ഇസ്രായേൽക്കാരനുമായിട്ട് വിരോധിയാണ്. അപ്പം നിൻ്റെ ശത്രുവാണ്, നിന്നെ ദ്രോഹിക്കുന്ന വ്യക്തിയാണ്, നിന്നെ ഒരു വിധത്തിലും അംഗീകരിക്കാത്ത അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ സമ്പർക്കമൊന്നും ഇല്ലാത്ത ഒരു വ്യക്തിയാണ് നിൻ്റെ സഹായം അർഹിക്കുന്നവനായി നീ കണ്ടുമുട്ടുന്നതെങ്കിൽ നീ അവനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, നീ മനസ്സിലാക്കേണ്ടത് ഒരു മനസ്സലിവിൻ്റെ സുവിശേഷമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളെ ദ്രോഹിക്കുന്ന അയൽക്കാരൻ, നമ്മളെ വഞ്ചിക്കുന്നവർ, ചതിച്ചവർ, പറ്റിച്ചവർ, നമ്മളെക്കുറിച്ച് പരദൂഷണം പറഞ്ഞുകൊണ്ട് നടന്നവർ, അവരാണ് നിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് വഴിയരികിൽ കിടക്കുന്നതെങ്കിൽ, നിൻ്റെ സഹായം അഭ്യർത്ഥിച്ച് നിൻ്റെ അരികിൽ വരുന്നതെങ്കിൽ, നിൻ്റെ സഹായം അവകാശപ്പെട്ടതെങ്കിൽ അത് നിഷേധിക്കരുത്. നിഷേധിച്ചാൽ നിത്യജീവനിൽ പ്രവേശിക്കില്ല. അതാണ് കർത്താവ് പറഞ്ഞതിൻ്റെ അർത്ഥം. ഹല്ലേലൂയ.
അപ്പം ഈ അയൽക്കാരൻ ആര് എന്ന ചോദ്യത്തിലാണ് ഈശോ ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. നിയമജ്ഞൻ ചോദിക്കുകയാണ്, ആരാണ് എൻ്റെ അയൽക്കാരൻ? അപ്പോഴാണ് ഈ സംഭവം പറയുന്നത്. ഇസ്രായേൽക്കാരും സമരിയർക്കും തമ്മിൽ ശത്രുതയിലാണ്. അവർ തമ്മിൽ അത്ര രമ്യതയിലോ നല്ല സ്നേഹത്തിലുള്ള ജീവിതമല്ല. എന്നിട്ട് പോലും ഇസ്രായേൽക്കാരൻ മുറിവേറ്റ് കിടന്നപ്പോൾ അവൻ വഴിയരിയിൽ അർത്ഥപ്രാണനായിട്ട് കിടക്കുമ്പോൾ അദ്ദേഹത്തെ കണ്ട് മനസ്സലിഞ്ഞ് അദ്ദേഹത്തിൻ്റെ അരികിൽ ചെന്ന് ഈ ശുശ്രൂഷ ചെയ്യുന്ന ഒരു സമരിയക്കാരനാണ്. അപ്പം നിൻ്റെ അയൽക്കാരൻ ആരായിരിക്കണം എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ കണ്ടുപിടിക്കണം. പ്രൈസ് ദ ലോർഡ്. എന്ന് വെച്ചാൽ നിൻ്റെ സഹായം അർഹതപ്പെട്ടവർക്ക് നിഷേധിക്കാത്ത ഒരു നിക്ഷേപം നീ സ്വർഗത്തിൽ കൂട്ടണം, ഒന്നാമത്തെ കാര്യം. അപ്പോൾ ഒരു മനസ്സലിവ്, ഇപ്പോൾ ഈ സമരിയക്കാരൻ്റെ ഒരു പ്രത്യേകത, അവൻ്റെ മനസ്സലിഞ്ഞു. അവൻ അടുത്ത് ചെന്ന് അവൻ്റെ മുറിവുകൾ വച്ച് കെട്ടിയാണ് എണ്ണയും വീഞ്ഞും, സ്നേഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയൊക്കെ ആ ഒരു ശുശ്രൂഷ ഇദ്ദേഹം ചെയ്യാണ്. എന്ന് വെച്ചാൽ ഈ മനുഷ്യൻ വലിയ ദീർഘയാത്ര പോവുമായിരിക്കാം, കഴുതയൊക്കെ ഉണ്ട് അദ്ദേഹം ദീർഘയാത്രക്കാരനായിരിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ നോക്ക്, അദ്ദേഹത്തിൻ്റെ മനസ്സലിഞ്ഞു. 2, അദ്ദേഹത്തിൻ്റെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാണ്. അർഹതപ്പെട്ടവന്, നിൻ്റെ സഹായം ആവശ്യമുള്ളവന് നിൻ്റെ സമയത്തിൻ്റെ ഒരു പങ്ക് നീ വീതം വെച്ച് കൊടുക്കണം. എന്ന് വെച്ചാൽ നീ സുവിശേഷം അറിയാത്ത ഒരു വ്യക്തിയാണ് കണ്ടുമുട്ടുന്നതെങ്കിൽ, നീ സുവിശേഷം അറിഞ്ഞ് കൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് നിൻ്റെ സഹായം ആവശ്യമുണ്ട്. നിൻ്റെ അധരത്തിലൂടെ നിൻ്റെ കർത്താവിനെക്കുറിച്ച് കേട്ട്, നിത്യജീവൻ വാഗ്ദാനം ചെയ്തിരിക്കുന്ന യേശുക്രിസ്തുവിനെക്കുറിച്ച് കേട്ട്, അവൻ്റെ ഉള്ളിൽ കിടക്കുന്ന അവൻ്റെ ആത്മാവിൻ്റെ പാപത്തിൻ്റെ കറകൾ അത് മാറണം, അവൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ ഉണങ്ങണം. സ്നേഹത്തിൻ്റെ സുവിശേഷം നീ അവനോട് പറയണം, സാന്ത്വനത്തിൻ്റെ സുവിശേഷം നീ അവനോട് പറയണം. അങ്ങനെ നിൻ്റെ സഹായം ആഗ്രഹിക്കുന്ന ആ വ്യക്തിക്ക് നീ അപ്പോൾ ആ സമയം കുറച്ച് സമയം നീ അതിന് സ്പെൻഡ് ചെയ്യണം, അതിന് കൊടുക്കണം. പ്രൈസ് ദ ലോർഡ്. അപ്പം അവൻ്റെ ഈ സമരിയക്കാരൻ അവൻ്റെ സമയം ഈ മനുഷ്യന് കൊടുക്കുകയാണ്. ആവശ്യമുള്ള കാര്യമല്ല, കാരണം ഇവർ തമ്മിൽ യാതൊരു ബന്ധമോ പരിചയമുള്ളവരല്ല. എന്നിട്ടും അത് ചെയ്യാണ്. പിന്നെ അവൻ്റെ എണ്ണയും വീഞ്ഞും, അവൻ കരുതിയിരിക്കുന്ന, അവൻ ഉപയോഗിക്കാനുള്ള എണ്ണ, വീഞ്ഞ് അത് ഇവന് വേണ്ടി ചെലവഴിക്കുകയാണ്. അപ്പോൾ അത് സ്നേഹത്തിൻ്റെയോ സാന്ത്വനത്തിൻ്റെയോ അല്ലെങ്കിൽ അഭിഷേകത്തിൻ്റെയോ ഒക്കെ ആകാം, എന്തുമായിക്കൊള്ളട്ടെ അത് കൊടുത്തു. എന്നിട്ട് തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി. അപ്പോൾ തൻ്റെ കഴുതയുടെ പുറത്ത് കയറ്റി ഈ മനുഷ്യനെ, മുറിവേറ്റ മനുഷ്യനെ കഴുതയുടെ പുറത്ത് കയറ്റി കൊണ്ടുപോകുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അദ്ദേഹം നടന്നു പോകണം. അപ്പോൾ തനിക്ക് അവകാശപ്പെട്ട ആ സുഖം നിഷേധിക്കപ്പെടുകയാണ് അവിടെ. ശരിക്കും അദ്ദേഹം കഴുതപ്പുറത്ത് യാത്ര ചെയ്യേണ്ട ആളാണ്. അതിന് പകരം ഈ മുറിവേറ്റ സമ്പർക്കമൊന്നുമില്ലാത്ത ഈ മനുഷ്യന് വേണ്ടി തൻ്റെ ആ കഴുതയെ ഉപയോഗിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം അതിനുവേണ്ടി കഷ്ടത സഹിക്കുന്നു. അദ്ദേഹം നടന്നു പോകണം, കഴുതപ്പുറത്ത് ഈ മുറിവേറ്റ മനുഷ്യനെ കയറ്റിക്കൊണ്ട് യാത്രയാവുകയാണ്. അങ്ങനെ അത് ചെയ്യുന്നു. അപ്പോൾ തൻ്റെ ആ സുഖ സൗകര്യം വേണ്ടാന്ന് വെച്ച് അവരിന് വേണ്ടി അത് വ്യയം ചെയ്യുന്നു. അടുത്തത്, ഒരു സത്രത്തിൽ കൊണ്ടുപോയി പരിചരിച്ചു, ശുശ്രൂഷിച്ചു. വേണ്ട ഹോസ്പിറ്റാലിറ്റി, ശുശ്രൂഷ ചെയ്യുകയാണ്. നോക്കിയ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ അവിടെ അടുത്ത ദിവസം, അപ്പോൾ ഒരു ദിവസം അത് ശുശ്രൂഷിച്ചു. പിറ്റേ ദിവസം സത്രം സൂക്ഷിപ്പുകാരൻ്റെ കയ്യിൽ 1 ദനാറ സമ്പത്ത് അത് വീതം വയ്ക്കുകയാണ്. അപ്പോൾ നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന ഈ നിയമജ്ഞത്തിൻ്റെ ചോദ്യത്തിന് കർത്താവ് പറഞ്ഞ മറുപടി, നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. 1 യോഹന്നാൻ 4:20 ഇങ്ങനൊരു വചനമുണ്ട്, ആരെങ്കിലും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും സ്വന്തം സഹോദരങ്ങളെ വെറുക്കുകയും ചെയ്താൽ, ദേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരങ്ങളെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല. അപ്പോൾ പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ, സർവശക്തിയോടെ, പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ആ ദൈവസ്നേഹത്തിൽ ആഴപ്പെട്ട് കഴിയുമ്പോൾ ആ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന്, ആ സ്നേഹത്തിൽ നിന്ന്, ദൈവസ്നേഹത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ആ വ്യക്തി അത് പ്രകടമാക്കുന്നത് തൻ്റെ സഹജീവിയിലൂടെയാണ്. ഹല്ലേലൂയ. തൻ്റെ സഹജീവിക്ക് വേണ്ടിയാണ്. അതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിത്യജീവൻ അവകാശമാക്കാൻ നമ്മൾ ചെയ്യേണ്ട കാര്യം ഇതാണ്, ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുത്ത് ഹൃദയത്തിൽ ദൈവത്തെ മാത്രം നമ്മൾ പൂജിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുക. മറ്റൊന്നിനെയും, ഈ ലോകത്തിലെ ഒരു വസ്തുക്കൾ, ഒരു വ്യക്തി, സ്ഥാനമാനം ഒന്നും 1-ാം സ്ഥാനത്ത് ദൈവത്തെ സ്നേഹിക്കുന്നതിന് നിനക്ക് തടസ്സമായിട്ട് വരാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചിതിൽ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവത്തെ സ്നേഹിക്കുന്നതിന് ഒന്നും തടസ്സമാകാൻ പാടില്ല. ഭാര്യ, മക്കൾ, സമ്പത്ത്, ആരോഗ്യം, സൗന്ദര്യം, കഴിവ്, മാതാപിതാക്കൾ, ലോകത്തിലെ സുഹൃത്ത് ബന്ധങ്ങൾ, സ്ഥാനമാനങ്ങൾ, ഒന്നും
ഇതിലെല്ലാം ഉപരിയായി നീ ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ ഇത് കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾക്ക് ദൈവത്തെ ഒന്നാം സ്ഥാനത്ത് സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? അതോ ദൈവത്തെക്കാൾ പ്രാധാന്യം സമ്പത്തിന് കൊടുക്കുന്ന വ്യക്തിയാണോ? ജോലിക്ക് കൊടുക്കുന്ന വ്യക്തിയാണോ? ചില പ്രസ്ഥാനങ്ങൾക്ക് ദൈവത്തെക്കാൾ അധികം സ്ഥാനം കൊടുക്കുന്ന വ്യക്തിയാണോ? നിനക്ക് ദൈവരാജ്യം അകലെയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് ഒന്നാം സ്ഥാനത്ത് ദൈവത്തെ പ്രതിഷ്ഠിച്ച് ആ ദൈവത്തെ സ്നേഹിക്കുന്നതിൽ നിന്ന് ലോകമോ ലോകത്തിലെ ഒരു വസ്തുക്കളോ നമ്മൾ തടയാൻ പാടില്ല. 2, നീ ആ ദൈവത്തെ ഇതുപോലെ സ്നേഹിച്ച് കഴിയുമ്പോൾ, ആ ദൈവസ്നേഹത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ നിനക്ക് നിൻ്റെ സഹജീവിയെ സ്നേഹിക്കാതിരിക്കാൻ പറ്റില്ല. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സഹജീവിയെ സ്നേഹിക്കുമ്പോൾ ആ സഹജീവിക്ക് എന്താണോ നിന്നിൽ നിന്ന് ആവശ്യമായിട്ട് അർഹതപ്പെട്ടതായിട്ട് ദൈവം നിശ്ചയിച്ചിരിക്കുന്നത് അത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോഴാണ് നിനക്ക് നിത്യജീവൻ അവകാശമായി ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ആ നിയമജ്ഞൻ തന്നെ സാധൂകരിക്കാൻ വേണ്ടി ദൈവത്തോട് ചോദിച്ചു, ആരാണ് എൻ്റെ അയൽക്കാരൻ? അതിന് കർത്താവ് വളരെ വിശിഷ്ടമായ ഒരു സംഗതിയാണ് അവനെ പഠിപ്പിക്കുന്നത്. ഈ ഇസ്രായേൽക്കാരന് സമരിയാക്കാരൻ എങ്ങനെയാണോ തൻ്റെ സമ്പത്തും സമയവും തൻ്റെ കഴിവും എല്ലാം വ്യയം ചെയ്തത്, സകലതും കൊടുത്തത്, അതുപോലെ തന്നെ നീ നിൻ്റെ സഹജീവിക്ക് വേണ്ടി പലതും ഇല്ലായ്മ ചെയ്യുമ്പോൾ, പലതും കൊടുക്കുമ്പോൾ, ത്യാഗം എടുക്കുമ്പോൾ, ശുശ്രൂഷ ചെയ്യുമ്പോൾ നിനക്ക് നിത്യജീവനിലേക്കുള്ള അവകാശത്തിന് വഴിയായി, അല്ലെങ്കിൽ നിത്യജീവൻ നിൻ്റെ മുമ്പിൽ തുറക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഇതാണ് ഇന്ന് ഈ വചന ശുശ്രൂഷയുടെ കർത്താവ് നമുക്ക് നൽകുന്ന ബോധ്യം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇങ്ങനെ ഒരു ശുശ്രൂഷ മനോഭാവത്തിലേക്ക് നമ്മൾ ഉയർന്നിട്ടുണ്ടോ എന്നിപ്പോൾ ചിന്തിക്കണം. അതായത് ദൈവത്തെ ഇതുപോലെ സ്നേഹിക്കാൻ പറ്റുന്നുണ്ടോ? ഒപ്പം നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ, നീ നിൻ്റെ ശരീരത്തിനും നിൻ്റെ സുഖത്തിനും സൗകര്യങ്ങൾക്കൊക്കെ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യുന്നത്, അതുപോലെ നിൻ്റെ സഹജീവികൾക്ക് വേണ്ടി ചെയ്യാനുള്ളൊരു മനസ്സ് കാണിക്കാറുണ്ടോ? ചിന്തിക്കേണ്ട കാര്യമാണ്. അതിന് ലൂക്ക 16:19 ധനവാനും ലാസറും എന്ന് പറയുന്ന ഉപമയിൽ യേശുക്രിസ്തു പറയുന്നൊരു കാര്യമുണ്ട്. ലാസർ ഈ ധനവാൻ്റെ പടിവാതിക്കൽ കിടന്നിരുന്നു. അവൻ്റെ വ്രണങ്ങൾ നായ്ക്കൾ വന്ന് നക്കിയിരുന്നു. അത്രമാത്രം വിരൂപനായി, ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ് നിസ്സഹായനായി, മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഭക്ഷണം കഴിക്കാൻ ഒന്നുമില്ലാതെ ബുദ്ധിമുട്ടി ക്ലേശിക്കുന്ന ഒരു മനുഷ്യൻ ഈ ധനവാൻ്റെ പടിവാതിക്കലുണ്ടായിരുന്നു. ഈ ധനവാനെ ലാസറിനെ മാത്രം ഓർത്തുകൊണ്ട് ഈ സംഭവം വായിച്ച് നമ്മൾ ഇരിക്കരുത്. നമ്മുടെ പടിവാതിക്കലില്ലേ നമ്മുടെ സഹായം അർഹിക്കുന്ന അയൽക്കാരൻ? നമ്മുടെ ചുറ്റുപാടുകളില്ലേ? നമ്മുടെ സഭയിലില്ലേ? നമ്മുടെ ലോകത്തിലില്ലേ? അവരെ എങ്ങനെ കരുതുന്നു? നീ നിൻ്റെ സ്വന്തം സുഖത്തിനും സൗകര്യങ്ങൾക്കും വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൂട്ടുമ്പോൾ അവരിന് വേണ്ടി നിൻ്റെ ജീവനെ പ്രതി അവരിന് വേണ്ടി എന്ത് ചെയ്യാനുള്ള മനസ്സ് കാണിക്കുന്നുണ്ട്? നമ്മുടെ ആ സുഖത്തിൻ്റെ ഒരു പങ്ക് നമുക്ക് വേണ്ടാന്ന് വയ്ക്കാൻ പറ്റുന്നുണ്ടോ? ആ സുഖം കുറച്ച് കുറയ്ക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? അവരിന് വേണ്ടി നമ്മുടെ സമ്പത്തിൻ്റെ ഒരു പങ്ക് വ്യയം ചെയ്യാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ സമയത്തിൻ്റെ ഒരു പങ്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? അവന് വേണ്ട ശുശ്രൂഷ ചെയ്യാൻ നമ്മൾ മനസ്സ് കാണിക്കുന്നുണ്ടോ? ഈ ധനവാൻ ഈ ലാസറിന് വേണ്ടി ഒന്നും ചെയ്യുന്നതായിട്ട് ബൈബിൾ എഴുതിയിട്ടില്ല. ബൈബിൾ എഴുതിയിരിക്കുന്നത് ലൂക്ക 16:19 മുതലാണ്. എൻ്റെ സഹോദരങ്ങളെ, ബൈബിൾ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഈ ധനവാൻ്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങൾ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ കിട്ടിയെന്ന് അർത്ഥമില്ല, ആഗ്രഹിച്ചു. അപ്പോൾ ധനവാന് സ്വർഗരാജ്യം തുറക്കപ്പെടാൻ, സ്വർഗരാജ്യത്തിൽ നിക്ഷേപം ഉണ്ടാകാൻ, സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള ഒരു വഴിയായിരുന്നു യഥാർത്ഥത്തിൽ ലാസറിൻ്റെ അവിടുത്തെ കിടപ്പ്. പക്ഷേ ഇത് തിരിച്ചറിയാൻ ധനവാന് പറ്റിയില്ല. നമുക്കും ഇന്നിതാണ്. ഈ ലോകത്തിൻ്റെ ദേവൻ നമ്മുടെ ബുദ്ധിയെ അന്ധകാരത്തിൽ ആഴ്ത്തിയിരിക്കുന്നതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മഹത്വമേറിയ സുവിശേഷത്തിൻ്റെ പ്രകാശം നമുക്ക് അഗ്രാഹ്യമാണ്. ഇതാണ് സത്യം. എന്നുവെച്ചാൽ ലോകത്തിൻ്റെ മോഹങ്ങൾ നമ്മളെ ഇങ്ങോട്ട് കാർന്ന് തിന്നുമ്പോൾ, അതിങ്ങനെ ഗ്രസിക്കുമ്പോൾ, അത് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങോട്ട് കടന്നു വരുമ്പോൾ പിന്നെ നിത്യജീവന് വേണ്ടി എന്ത് ചെയ്യണമെന്നുള്ള തിരിച്ചറിവ് നമുക്കില്ലാതെ പോകും. വളരെ സൂക്ഷിക്കേണ്ട കാര്യമാണ്. അപ്പോൾ സ്വാർത്ഥത നമ്മുടെ തലയിൽ കയറി അടിക്കും. നമുക്ക് സൂഹിക്കണം, നമ്മുടെ സമയം നമുക്ക് വേണ്ടി ചെലവഴിക്കണം, നമുക്ക് എങ്ങനെയും സമ്പത്തുണ്ടാക്കണം, നമ്മുടെ മക്കൾ, നമ്മുടെ കുടുംബം, നമ്മുടെ ഭാര്യ എന്നിങ്ങനെ സങ്കുചിതമായ ഒരു മനസാക്ഷിയുടെ ഉടമയായിട്ട് നമ്മൾ മാറും. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നിയമജ്ഞനോട് ഈശോ പറയുന്നത് നീ നിൻ്റെ കുടുംബത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾ നന്നായിട്ട് ചെയ്യാനൊന്നുമല്ല, നിൻ്റെ അയൽക്കാരനെ നീ ശുശ്രൂഷിക്കുക,
അപ്പോൾ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുക, നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള വഴി നിനക്ക് തുറന്നു കിട്ടും. ഞാൻ എന്ത് ചെയ്യണം? നിത്യജീവൻ അവകാശമായി നേടാൻ ഞാൻ എന്ത് ചെയ്യണം? അതിനുള്ള മാർഗ്ഗം ഇതാണ്, മറ്റൊരു മാർഗ്ഗമില്ല. എന്ന് വെച്ചാൽ നിനക്ക് ദൈവം തന്നിരിക്കുന്ന സൗഭാഗ്യങ്ങളെ നിൻ്റെ ലോകത്ത് ജീവിക്കുന്ന, നിനക്ക് കണ്ടുമുട്ടാൻ പറ്റുന്ന, നീ കണ്ടുമുട്ടുന്ന, നീ ഇടപെടുന്ന വ്യക്തികളുമായിട്ട് പങ്കുവയ്ക്കുന്ന ഒരു മനോഭാവമാണ് നിത്യജീവനിലേക്ക് പ്രവേശിക്കാനുള്ള മാർഗമെന്ന് യേശുക്രിസ്തു തൻ്റെ പ്രബോധനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. സന്തോഷം പറഞ്ഞ് ഹല്ലേലൂയ. ഇനി നിങ്ങൾ ചിന്തിക്കണം, ലൂക്ക 16:19 നമ്മൾ വായിക്കുമ്പോൾ ഈ ധനവാൻ അവിടെ മാരകമായ തെറ്റുകൾ ചെയ്ത്, വലിയ രാജ്യദ്രോഹ കുറ്റം ചെയ്ത്, സഹോദരങ്ങളെ വഞ്ചിച്ചും ചതിച്ചും ഒന്നും ജീവിക്കുന്നതായിട്ട് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല, ഒന്നും രേഖപ്പെടുത്തിയിട്ടില്ല. അവിടെ എഴുതിയിരിക്കുന്നത് ലാസർ മരിച്ചു, അവനെ ദൈവദൂതന്മാർ അബ്രാഹത്തിൻ്റെ മടിയിലേക്ക് സംവഹിച്ചു. ധനവാൻ മരിച്ചടക്കപ്പെട്ടു, അവൻ നരകാഗ്നിയിൽ പീഡിപ്പിക്കപ്പെട്ടു. ഇത്രേ വ്യത്യാസമുള്ളൂ. പ്രൈസ് ദ ലോർഡ്. കാരണം എന്താ? നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ട പ്രവൃത്തികളൊന്നും ധനവാൻ തൻ്റെ ജീവിതയാത്രയിൽ ഭൂമിയിൽ ചെയ്തില്ല എന്ന് സാരം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ ഇത് ആഴത്തിൽ പതിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങൾ, അവൻ സുഭിക്ഷമായിട്ട് ഭക്ഷണം കഴിക്കുകയും ആഘോഷമായിട്ട് ജീവിക്കുകയും ചെയ്തു. പക്ഷേ നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി ദൈവം പറഞ്ഞു വച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളൊന്നും ഈ ധനവാൻ പാലിച്ചില്ല എന്നുള്ളതാണ് കാര്യം. അല്ലാണ്ട് അവൻ വലിയ തെറ്റ് ചെയ്തു, വലിയ വ്യഭിചാരമോ മോഷണമോ കൊലപാതകമോ ഭ്രൂണഹത്യോ ഒന്നും ചെയ്തതായിട്ട് ബൈബിൾ എഴുതിയിട്ടില്ല. നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ടി ദൈവം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ചില മാനദണ്ഡങ്ങളുണ്ട്, ചില രീതികളുണ്ട്, ജീവിത രീതികളുണ്ട്. അതൊന്നും പാലിക്കാൻ ഈ ധനവാൻ കൂട്ടാക്കിയില്ല എന്നൊരൊറ്റ കാരണത്താൽ അവന് നിത്യജീവൻ നഷ്ടപ്പെട്ടു. ഇത് കേൾക്കുന്ന നിങ്ങൾ ഒന്ന് ചിന്തിക്കണമേ, നിത്യജീവൻ അവകാശമാക്കാൻ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പോഴെന്ത് പ്രവർത്തിക്കുന്നുണ്ട്? പ്രൈസ് ദ ലോർഡ്. നിയമജ്ഞൻ്റെ ചോദ്യത്തിന് കർത്താവിൻ്റെ വ്യക്തമായ മറുപടി, നീയും പോയി ഇതുപോലെ ചെയ്യുക, അപ്പോൾ നീ ജീവിക്കും. നീയും പോയി ഇതുപോലെ ചെയ്യുക. ഏത്? ആ സമരിയക്കാരൻ, ആ ഇസ്രായേൽക്കാരന് വേണ്ടി, ആ മുറിവേറ്റ് അർത്ഥപ്രാണനായി വഴിയേറി കിടന്ന ആ മനുഷ്യന് വേണ്ടി എന്തൊക്കെയാണോ ഈ സമരിയക്കാരൻ ചെയ്തത്, അതുപോലത്തെ പ്രവൃത്തി ലാഭേച്ഛ കൂടാതെ സ്വാർത്ഥതയില്ലാതെ നീയും ചെയ്യുക. അപ്പോൾ നീ ജീവിക്കും. അപ്പോൾ നിനക്ക് നിത്യജീവനിലുള്ള മാർഗം തുറന്നിരിക്കുന്നു. പ്രൈസ് ദ ലോർഡ്. ഇത് തന്നെ ഇത് കേൾക്കുന്ന നിങ്ങളും ചെയ്യാൻ വേണ്ടി പരിശ്രമിക്കുക. അതാണ് ഭൂമിയിലെ ജീവിതം കൊണ്ട് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പിശാചിനും അവൻ്റെ ദൂതന്മാർക്കുമായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന, ഒരുക്കപ്പെട്ടിരിക്കുന്ന നിത്യ നരകാഗ്നിയിലേക്ക് വീഴുന്നേക്കാൾ നല്ലത് ഈ ഭൂമിയിൽ സ്വാർത്ഥതയില്ലാതെ അവരിന് വേണ്ടി നിന്നെപ്പോലെ തന്നെ നിൻ്റെ ആൾക്കാരെ സ്നേഹിച്ച് നമുക്കുള്ളതൊക്കെ പങ്കുവെച്ച് നമുക്ക് നിത്യജീവൻ അവകാശമാക്കാനുള്ള പ്രവൃത്തികൾ ചെയ്യാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഇന്ന് പ്രേരിപ്പിക്കട്ടെ. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. ഇരിക്കുന്ന സ്ഥലത്ത് ഒരു മിനിറ്റ് കണ്ണടച്ച് നമ്മൾ ഈ പ്രവൃത്തികൾ തുടങ്ങി വെച്ചിട്ടുണ്ടോ? ആ സമരിയക്കാരൻ നിത്യജീവൻ അവകാശമാക്കാൻ വേണ്ട പ്രവൃത്തികൾ ചെയ്തതുപോലെ നീ നിൻ്റെ ജീവിതയാത്രയിൽ ഇത് തുടങ്ങി വെച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് തുടങ്ങാൻ ഈ പ്രബോധനം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവായ ദൈവമേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കാളികളായ എല്ലാവരുടെയും ജീവിതത്തിൽ അവിടുന്ന് ഈ ബോധ്യങ്ങൾ ജനിപ്പിക്കണമേ. നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിനും എൻ്റെ അയൽക്കാരൻ ആരാണ് എന്ന ചോദ്യത്തിനും നമ്മുടെ കർത്താവ് പറഞ്ഞ ഉത്തരം ഇവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ് അതനുസരിച്ച് പ്രവർത്തിക്കാൻ, നീയും പോയി ഇതുപോലെ ചെയ്യുമെന്ന് പറഞ്ഞ വചനം അനുസരിക്കാൻ ഈ ദൈവജനത്തെ അനുഗ്രഹിക്കണമേ. ഇവർക്ക് അങ്ങനെ നിത്യജീവൻ അവകാശമായി ലഭിക്കട്ടെ. അതിന് എന്തു ചെയ്യണമെന്നുള്ള ചോദ്യത്തിന് ഉത്തരം ഇവരുടെ ഹൃദയത്തിൽ ആഴത്തിൽ പതിഞ്ഞ് അത് അനുഗ്രഹമായി തീരട്ടെ. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ വചനം ഇവർക്കെല്ലാം നല്ല പ്രകാശത്തിന് കാരണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മളെല്ലാവരും അനുഗ്രഹം പ്രാപിക്കട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കേട്ട വചനങ്ങൾ നിങ്ങൾക്ക് നിത്യജീവൻ്റെ വഴി തെളിച്ചു തരട്ടെ. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.